EMI കുറയുമെന്ന് കാത്തിരുന്നവർക്ക് ഒരു ബാഡ് ന്യൂസ്. പക്ഷേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. ഈ വർഷത്തെ അവസാനത്തെ RBI പോളിസിയിലെ റെപ്പോ റേറ്റ് 5.25% ആയി തന്നെ നിലനിർത്താൻ ഗവർണർ സഞ്ജയ് മൽഹോത്ര തീരുമാനിച്ചു. കഴിഞ്ഞ തവണ കുറച്ചതുപോലെ ഇത്തവണയും പലിശ കുറയുമെന്ന് കരുതിയ മാർക്കറ്റിന് ഇതൊരു ചെറിയ ഷോക്കാണ്. എന്തുകൊണ്ടാണ് RBI പലിശ കുറയ്ക്കാത്തത്? രാജ്യം അത്ര മോശം അവസ്ഥയിലാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സത്യത്തിൽ പുറത്ത് നടക്കുന്ന ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും രൂപയുടെ മൂല്യത്തകർച്ചയും RBI കുറച്ചൊന്നുമല്ല വരയ്ക്കുന്നത്. പലിശ കുറയ്ക്കാൻ ധൃതി കാണിച്ചാൽ അത് ഇൻഫ്ലേഷൻ കൂടാൻ കാരണമാകും. ഇതോടൊപ്പം ലോൺ തട്ടിപ്പുകളുടെ വാർത്തകൾ കേട്ട് പേടിച്ചിരിക്കുന്ന സാധാരണക്കാരന്റെ അവസ്ഥയും ഇതിനിടയിൽ ആരും കാണുന്നില്ല. പക്ഷേ ഇവിടെയാണ് ആരും ശ്രദ്ധിക്കാത്ത ഒരു ട്വിസ്റ്റ്. പലിശ കുറച്ചില്ലെങ്കിലും നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി RBI ചില കടുപ്പമേറിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി മുതൽ ഡിജിറ്റൽ ഇടപാടുകളിൽ 25,000 വരെയുള്ള തട്ടിപ്പുകൾക്ക് നഷ്ടപരിഹാരം കിട്ടാനുള്ള പുതിയ നിയമം വരുന്നു. മാത്രമല്ല MSME നടത്തുന്നവർക്ക് ഈടില്ലാതെ അഥവാ കൊളാട്ടർ ഇല്ലാതെ കിട്ടുന്ന ലോൺ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി കൂട്ടി. ചുരുക്കത്തിൽ പലിശ കുറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ബിസിനസ്സും പണത്തിനും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനാണ് RBI ശ്രമിക്കുന്നത്. 7.4% GDP വളർച്ചയാണ് ലക്ഷ്യം. ഒരു ട്രേഡർ എന്ന നിലയിൽ മാർക്കറ്റിലെ ഈ പോസ് കണ്ട് പേടിക്കേണ്ട. ഇതൊരു കരുതലാണ്. ലോൺ EMI കുറഞ്ഞില്ലെങ്കിലും വലിയൊരു സുരക്ഷയാണ് RBI ഇവിടെ ഒരുക്കുന്നത്.